സ്കോഡ കൈലാക് വേഴ്സസ് സ്കോഡ കുഷാക് അല്ലെങ്കിൽ ഫോക്സ് വാഗൺ ടൈഗർ. ഇനിയിപ്പം കുറച്ച് സമയത്തിനുള്ളിൽ ഫോക്സ് വാഗൺ ഇതിൻ്റെ ടെറാത്ത സബ് 4 മീറ്റർ വെർഷനും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2. ഇപ്പോൾ അമൃത്സറിലാണ്, പ്രസൻറ്റ് സിറ്റി അമൃത്സർ. ഇന്നലെ വൈകുന്നേരം അവിടുത്തെ ഹുസൈനിവാല ബോർഡറിൽ പരേഡെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടി ഓടിച്ചിങ്ങനെ അമൃത്സറിലെത്തി. രാത്രി 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അമൃത്സറിൽ വന്നു. ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തു, സ്റ്റേ അടിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ റൂം. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ യുഫോറിയ ഗ്രീൻ. ഇത് അത്യാവശ്യം ലക്ഷറി ലെവലിൽ വരുന്ന ഒരു ഹോട്ടലാണ്, എന്നാൽ വിത്തിൻ ബഡ്ജറ്റ് റേഞ്ചിലുമാണ്. ഇത് ഒരു ദിവസം ഇപ്പം 6000 രൂപയായി. 2 ലാർജ് ഡബിൾ ബെഡ്, ബിഗ് റൂം, സ്പേഷ്യസ് ഇനഫ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അമൃത്സറിൽ നല്ല തിരക്കാണ്, അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു. ബട്ട് എനിവേ സ്റ്റേ വാസ് റിയലി നൈസ്. നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു റൂമാണ്. പക്ഷേ 6000 രൂപ ഇച്ചിരി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ബഡ്ജറ്റിൽ കുറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഹോട്ടലാണിത്. എവറിത്തിങ് ഈസ് റിയലി നൈസ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിളെല്ലാം കണ്ടിട്ട് ഉച്ചതിരിഞ്ഞ് വാഗാ ബോർഡർ പോലുള്ള പരിപാടിയാണ്. കാലാവസ്ഥ നല്ലതാണ്, വെയിലുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമൃത്സർ, പഞ്ചാബ്. ഏതൊരു ഇന്ത്യൻ നഗരങ്ങളിലെ കാഴ്ചകൾ തന്നെ ഇവിടെയും, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതൊരു എന്താ പറയുക, റിമാർക്കബിൾ സ്പോട്ടാണ് സിഖുകാർക്ക്. 11 അങ്ങനെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് ബാറ്ററി റിക്ഷയിലിരിക്കുകയാണ്. ബാറ്ററി റിക്ഷ 100 രൂപ കൊടുത്തു, ഫിക്സഡ് റേറ്റാണ്. ഇന്ന് 30-ാം തീയതി ഞായറാഴ്ച, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ അമൃത്സറിലെ കാഴ്ചകൾ. നല്ല തിരക്കാണ്, ഇടുങ്ങിയ വഴികൾ. മില്ല് ആട്ട, ഗോതമ്പ് പൊടിക്കുക, ഇന്ന് നല്ല തിരക്കാണ്. ഇപ്പം ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. We are walking towards Harmandir Sahib. ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ചെരുപ്പ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം പയ്യെ എൻ്റർ ചെയ്യുകയാണ്. ഗുരുദ്വാര ഹർമന്ദിർ സാഹിബ്, ഗോൾഡൻ ടെമ്പിൾ. അതിനുശേഷം ഇവിടെ വന്ന് ഹാൻഡ് വാഷ് ചെയ്യണം. ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് പിന്നെ അകത്തോട്ട് കയറുന്നത്. പിന്നെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് തലയിൽ ഇങ്ങനെ ഈ സ്കാർഫ് കെട്ടണം.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ കടാ പ്രസാദ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രസാദം, കടാ പ്രസാദ്. ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിന്റ്. ലസ്സി, കുൽഫി. ഡേ 2, 2ാം ദിവസം. ഇപ്പോൾ സമയം 3 മണിയായി. വി ആർ ഓൺ വേ ടു അട്ടാരി വാഗ ബോർഡർ. ഇവിടുന്ന് 33 കിലോമീറ്റർ ഉണ്ട് അമൃത്സറിൽ നിന്ന്. 1 മണിക്കൂർ യാത്ര. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇന്നലെ ഹുസൈനിവാല ബോർഡറിൽ പരേഡ് കണ്ടു. ഇനി അടുത്ത മോസ്റ്റ് പോപ്പുലർ പരേഡ് ബോർഡറിലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് അട്ടാരി വാഗ ബോർഡർ, അഗെയിൻ ഇൻഡോ പാകിസ്ഥാൻ ബോർഡർ. അട്ടാരിക്ക് 23 കിലോമീറ്റേഴ്സ്, ഇസ്ലാമാബാദ് 322 കിലോമീറ്റേഴ്സ്, ലാഹോർ 24 കിലോമീറ്റേഴ്സ്, ഇൻഡോ പാക് ബോർഡർ 2 കിലോമീറ്റേഴ്സ്. അങ്ങനെ നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് അട്ടാരി വാഗ ബോർഡർ. ദൂരെ ഇന്ത്യൻ ഫ്ലാഗ് കാണാം. സമയം 4:10. നല്ല തിരക്കുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ 1 കിലോമീറ്റർ. ഇവിടുന്ന് 23 കിലോമീറ്ററിൽ ലാഹോർ. ഈ കാരവൻ ആക്ച്വലി ഇറാനിൽ നിന്ന്. സോ ദേ ആർ ഗോയിങ് ടു ക്രോസ് ദ ബോർഡർ, ഇൻഡോ പാക് ബോർഡർ. വാഗ ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങ് പാകിസ്ഥാനിൽ പോകാനായിട്ടുള്ള പരിപാടിയാണ്. ഈ കാണുന്ന ബൈക്ക് SYM എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിസ് കാരവൻ ഇസ് ഫ്രം ഇറാൻ. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി. 120 രൂപ പാർക്കിംഗ് ഫീസ്. വീണ്ടും ഇറാനിയൻ ടീം, ഓഫ് റോഡ് ടീം. മണി ഇപ്പോൾ 4:30 കൃത്യം 5 മണിക്ക് 5:15 ഇവിടെ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ആർ നൗ അറ്റ് അട്ടാരി വാഗ ബോർഡർ. നല്ല തിരക്കുണ്ട്. ഹുസൈനിവാല ബോർഡർ പോലല്ല ഇവിടെ. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ലൈനാണ്. On our way to Athari Wagah border, parade ground. ഈ ഏരിയ കംപ്ലീറ്റ് ഫെൻസ് ചെയ്തേക്കുക. ഇതിൻ്റെ മറ്റേ സൈഡ് പാകിസ്ഥാനാണ്. ഫൈനലി ഒരു കണക്കിന് ഇവിടെ എത്തി. ബാഗ് ക്യാരി ചെയ്ത് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, അവർ ബാഗ് അനുവദിക്കത്തില്ല. This is the Indian point. कोई फायदा नहीं, जगह नहीं है. ഒടുക്കലത്തെ തിരക്ക് കാരണം നമുക്ക് പരേഡ് കാണാൻ പറ്റിയില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്. വെരി അൺഫോർച്ചുനേറ്റ്, ബാഡ് ലക്ക്. വല്ലാത്തൊരു ദുരന്ത അവസ്ഥയായിപ്പോയി. എനിവേ ഐ ഫീൽ റിയലി സാറ്റിസ്ഫൈഡ്. ഇന്നലെ എന്തായാലും ഇത്രയും തിരക്കൊന്നും ഹുസൈനിവാല ബോർഡറിലില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ പരേഡ് സുഖമായിട്ട് കാണാൻ പറ്റി. ഇതാണ് വാഗ ബോർഡറിലെ ഇപ്പോഴത്തെ അവസ്ഥ. അട്ടാരി വാഗ ബോർഡറിൽ ഒരുപാട് ജനമുണ്ടായി, ഒരുപാട് ജനം വന്നു. അവസാനം ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ല, എല്ലാവരും പുറത്താണ്. പരേഡ് ഈസ് ഹാപ്പനിങ് right over there.
ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഗാലറി മുഴുവൻ ഫുള്ളാണ്, ഒരു രക്ഷയില്ല. ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കും അതിൻ്റെ അകത്ത്. വെരി അൺഫോർച്ചുനേറ്റ്, നമുക്കും അകത്ത് കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഭയങ്കര ജനമാണ് ഇവിടെ. ഈ ഫെൻസ് ചെയ്തേക്കുന്ന ഈ ഏരിയ എല്ലാം നമ്മുടെ തന്നെയാണ്, ഇന്ത്യയിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ സൈഡിൽ ഇതേപോലെ ഗാലറിയിലൂടെ പണി നടക്കുകയാണ്. എന്നാലും ഈ വരവിൽ ഗാലറിയുടെ അകത്ത് കയറിയിരുന്ന് പരേഡ് കാണാനൊന്നും പറ്റിയില്ല. പുറത്ത് തന്നെ ആയിരുന്നു. ഭയങ്കര തിരക്കാണ്, വൻ തിരക്കാണ്. ഇവിടുന്ന് തിരിച്ചു പോയേക്കാണ്. ഇത്രയും ജനം ഇതേപോലെ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഭയങ്കര ജനമാണ്. ദിസ് പ്ലേസ് ഇസ് ഹൈലി കൊമേഴ്ഷ്യലൈസ്ഡ്. ഫുള്ള് ബിസിനസ്സാണിപ്പോൾ. ഇത് നമ്മുടെ സ്ഥലമാണ്, ഇന്ത്യയാണ്. കംപ്ലീറ്റ് ഗോതമ്പ് പാടങ്ങളാണ്. നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ ഈ കാണുന്ന വലിയ മരങ്ങളെന്നൊക്കെ പറയുന്നത് ആക്ച്വലി പാകിസ്ഥാനിലാണ്. അതിൻ്റെ തൊട്ട് അവിടെ ഫെൻസിങ് കാണാം. ആ ഫെൻസിങ് കാണുന്ന ഏരിയയാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ആ വലിയ മരം നിൽക്കുന്ന ഏരിയ എല്ലാം പാകിസ്ഥാനാണ്. Now we are at Attari Wagah border. ഇതെല്ലാം ഇറാനിൽ നിന്ന് ഓടി വന്നതാ. ക്യാമ്പർ വാൻസ്. ഇവർ കുറേ ടീമുണ്ട്. ഇവാക്കോ ഇറാനിൽ നിന്ന് ഓടി പാകിസ്ഥാൻ കടന്ന് ഇന്ത്യയിലേക്ക് വന്നിരിക്കും. ഇവർ
ഒരു ഫുള്ളൊരു ഗ്യാങ്ങാണ്. ഒരു ഫോക്സ് വാഗണത്. സമയം 7 മണി. ഇപ്പോഴാണ് ആക്ച്വലി പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മൾ ഫ്രീ ആയത്. ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഈ വാഗാ ബോർഡറിൽ. ഇന്ന് മാർച്ച് മാസം 30 2025. എനിവേ തിരക്ക് കാരണം അവിടെ ഈ പരേഡ് ഗാലറിക്കകത്ത് കയറാനൊന്നും പറ്റിയില്ല. അവസാനം വെളിയിൽ നിന്ന് കറങ്ങി ഇപ്പം തേഞ്ഞൊട്ടി തിരിച്ചു പോവുകയാണ്. ഓവറോൾ അഗെയിൻ ഇറ്റ്സ് പാർട്ട് ഓഫ് ജേർണി. ബാഡ് എക്സ്പീരിയൻസ്, ഗുഡ് എക്സ്പീരിയൻസ് എല്ലാം ഇതിലുള്ളതാണ്. ഇനി തിരിച്ച് ഗോയിങ് ബാക്ക് ടു അമൃത്സർ. അമൃത്സറി ഫിഷ് ഫ്രൈ, ബട്ടർ ചിക്കൻ, മലായി ടിക്ക, ചിക്കൻ മലായി ടിക്ക. ഇത് കിണറാ. ഈ കിണറിലോട്ട് ആള് പറഞ്ഞു വീണ. 28 ബുള്ളറ്റ് മാർക്സ് ഉണ്ട് ഇവിടെ. സമയം 12 മണി. ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരത്താണ്. ജാലിയൻ വാലാബാഗ് കണ്ടു. ഇനി ഇവിടെ തിരിച്ചു പോവാണ്. ഒടുക്കത്തെ തിരക്കാണ്. ഈ വാഗാ ബോർഡറിന് പോകാനായിട്ട് ഇവിടെ നിന്ന് ടാക്സി സർവീസ് കിട്ടും. ഇവിടെ ആളുകളിങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴി നമ്മളിങ്ങനെ വിളിക്കും വാഗാ ബോർഡർ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഷെയറിങ്ങിൽ ഇവിടെ വന്നിട്ട് പരേഡ് കാണാൻ പോകാവുന്നതാണ്. Anyway, it's huge crowd here. ഇന്ന് 31st March 2025. ഫൈനലി പഞ്ചാബിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇതാണ് അമൃത്സറി കുൽച്ച. So this is old Lakkar Mandi road.
അമൃത്സറിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിൽ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഒരു മണിയായി. ഇതുവരെ 637 കിലോമീറ്റർ ഓടി. ഇനി ഇവിടുന്ന് തിരിച്ച് അങ്ങ് ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിയിലേക്ക് ഏതാണ്ട് അമൃത്സറിൽ നിന്ന് 8 മണിക്കൂർ യാത്രയുണ്ട്. സോ വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം അമൃത്സർ. പഞ്ചാബിലാണ്. ഏകദേശം 2 മണിയായി. ഇപ്പം ചുറ്റിനും ഗോതമ്പ് പാടങ്ങളാണ്. ഗോതമ്പ്. ഓൺ അവർ വേ ബാക്ക് ടു ഡൽഹി. ഇവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാക്ടറാണ്. ഇതാണ് ഗോതമ്പ്. നല്ല രസമുണ്ട്. അടിപൊളി. സ്കോഡ കൈലാക് വേഴ്സസ് സ്കോഡ കുഷാക് അല്ലെങ്കിൽ ഫോക്സ് വാഗൺ ടൈഗർ. ഇനിയിപ്പം കുറച്ച് സമയത്തിനുള്ളിൽ ഫോക്സ് വാഗൺ ഇതിൻ്റെ ചേരാത്ത സബ് 4 മീറ്റർ വേർഷനും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇൻ ദ മാർക്കറ്റ് വി ഹാവ് സ്കോഡ കൈലാക്, പുതിയ പ്രോഡക്റ്റ്. അതിൻ്റെ തൊട്ട് മേളിലുള്ള പ്രോഡക്റ്റാണ് സ്കോഡ കുഷാക്കും. പിന്നെ അതിൻ്റെ സെയിം കാറ്റഗറിയിൽ ഫോക്സ് വാഗൺ ബാഡ്ജിൽ വരുന്നതാണ് ടൈഗൺ. അപ്പം സ്വാഭാവികമായിട്ടും ആക്ച്വലി ടൈഗൺ അല്ലെങ്കിൽ കുഷാക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാക്കിനെ കമ്പയർ ചെയ്യുമ്പം സ്പേസ് തന്നെ. അപ്പോൾ ഇതിൽ പ്ലെൻറ്റി ഓഫ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല സ്പേസാണ്. ലെഗ് റൂം ആയാലും പിന്നെ എല്ലാം കൊണ്ടും ഇതിൽ നല്ല സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് കൈലാക്കിൻ്റെ അകത്തില്ല. ഇതിപ്പോൾ ഞാൻ 6 ഫീറ്റ് ടോളാണ്. എനിക്ക് സുഖമായിട്ട് കാല് നിവർത്തി വെച്ച് ഇതിൻ്റെ പുറകിലത്തെ സീറ്റ് ഇരിക്കാം. പക്ഷേ കൈലാക്കിൽ ഇത്രയും സ്പേസ് ഇല്ല. സ്പേസ് വളരെ ക്രാംഡാണ്. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ കൈലാക്ക് ഒരു ഫ്രഷ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വണ്ടിക്കകത്ത്. ക്യാബിനായാലും സീറ്റിലായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സ്പേസ് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇത് ഫോക്സ് വാഗൺ ടൈഗൺ അല്ലെങ്കിൽ സ്കോഡ കുഷാക്. ടൈഗണിലും പുറകിൽ സീറ്റ് 2 അഡൾട്ട്സിന് ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ നടുക്ക് സ്ഥലമുണ്ട് ഒരാൾക്കൂടെ ഇരിക്കാൻ കഷ്ടിച്ച്. പക്ഷേ ഇതും 4 സീറ്റർ എന്ന് വേണമെങ്കിൽ കരുതിക്കോ. 4+1 അതാണ് ഇതിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷൻ. So whoever considering these vehicles, if space is your priority, then definitely you should go for Taycan or Skoda Kushaq. Skoda കൈലാക്കിന് ഈ ടൈഗനെ അല്ലെങ്കിൽ കുഷാക്കിനെ കമ്പയർ ചെയ്യുമ്പം ബൂട്ട് സ്പേസ് കൂടുതലാണ്. അതിൻ്റെ 446 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസ് കൂടി, പക്ഷേ അകത്തെ റെയർ സീറ്റ് സ്പേസ് ക്രാം ടൈപ്പ്. ഈ ടൈഗൺ ആണെങ്കിൽ ഏകദേശം 385 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദൂരയാത്രകൾ നടത്തി കഴിഞ്ഞു. ഞങ്ങളെപ്പോലൊരു ചെറിയൊരു ഫാമിലിക്ക് ലോങ് ഡ്രൈവിന് കൊണ്ടുപോകുന്ന സകല സാധനങ്ങളും ഇതിൻ്റെ ബൂട്ടിൽ സുഖമായിട്ടിരിക്കും. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്ട് 385 ലിറ്റേഴ്സ്. സോ ഓവറോൾ ഇതിൻ്റെ വീൽ ബേസ് കൂടുതലാണ് കമ്പയർഡ് ടു കൈലാക്ക്. പക്ഷേ കൈലാക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ടോൾ ഡിസൈനൊക്കെയാണ്, കുറച്ചുകൂടെ വൈഡാണ്. ബട്ട് സംഹൗ എനിക്കതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ക്രാംഡായിട്ടാണ് തോന്നിയത്. എനിവേ ഇറ്റ്സ് എ സബ് 4 മീറ്റർ, whereas this is a big car. So overall I will definitely prefer Skoda Kushaq or Volkswagen Taycan. ഇത് Volkswagen Taycan ബേസ് മോഡലാണ്. ബേസ് മോഡലിന് കംഫർട്ട് ലൈൻ എന്നറിയപ്പെടുന്നു. ഈ കംഫർട്ട് ലൈൻ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ഇസ് എക്വിപ്ഡ് വിത്ത് 6 സ്പീഡ് ഗിയേഴ്സ്. 6 ഗിയർ ഉണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ടോപ്പ് ഒരു മോഡൽ എന്ന് പറയുന്നത് ഹൈലൈനാണ്. ഹൈലൈനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ. ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ ബേസ് മോഡലിൽ ഒരു ചെറിയ 7 ഇഞ്ച് പ്ലെയറാണ് വരുന്നത്. ഇതിൽ ഞാനത് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ആഫ്റ്റർ മാർക്കറ്റ് പ്ലെയർ വെച്ചിരിക്കുകയാണ്. അത്
ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് എല്ലാം പക്കയായി. പിന്നെ ഈ ഹൈലൈൻ മോഡലിനകത്താണെങ്കിൽ താഴെ അവിടെ വയർലെസ് ചാർജിങ് പാഡൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് അതൊന്നുമില്ല. പിന്നെ അതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. ഇതിൽ മാനുവലാണ് AC. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. പിന്നെ കംഫർട്ട് ലൈനകത്ത് അലോയ് വീല് വരുന്നില്ല. സാധാരണ റിം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ അലോയ് വീൽസ്, ഈ ഹൈലൈൻ മോഡലിൻ്റെ അലോയ് വീൽസ് മേടിച്ചിട്ടു. അതും ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തതാണ്. പിന്നെ പുറകിൽ വൈപ്പറുണ്ട്. ഇതിനതൊന്നുമില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ. പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഹൈലൈൻ മോഡൽ തൊട്ട് ഇവിടെ നടുക്ക് ആംറസ്റ്റ് വരും. ബേസ് മോഡലായതുകൊണ്ട് ഇതിനകത്ത് ആംറസ്റ്റ് ഇല്ല. പിന്നെ ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് മൂന്നും ഇതെല്ലാം സ്റ്റാൻഡേർഡാണ്. എല്ലാ വണ്ടിക്കും സെയിം ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ബേസ് മോഡലിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ വളരെ മികച്ചത് തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഈ ബേസ് മോഡലും കംഫർട്ട് ലൈനും ഹൈ ലൈനും ആയിട്ട് ഏകദേശം 2-2.5 ലക്ഷം രൂപയോളം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ബേസ് മോഡലായിട്ട് പോയത്. ഇപ്പോൾ സമയം 8 മണിയായി രാത്രി. അമൃത്സറിൽ നിന്ന് ഓടി തിരിച്ച് ഡൽഹിക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ വീണ്ടും ഒരു പുതിയ എക്സ്പ്രസ് വേയിലേക്ക് കയറി. ഇതാണ് നാഷണൽ എക്സ്പ്രസ് വേ 5. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. കുറേ ഭാഗമൊക്കെ തുറന്നിട്ടുണ്ട്. ഇത് ജമ്മു കട്ര വരെയുള്ള ഹൈവേ ആണ്. ഡൽഹി കട്ര ഹൈവേ. ഇത് എക്സ്പ്രസ് വേ ആണ്. ഡൽഹിക്ക് ഇപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് 180 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ പുതിയൊരു എക്സ്പ്രസ് വേയിലേക്ക് യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. സോ ദിസ് ഇസ് NE5 ഡൽഹി കട്ര എക്സ്പ്രസ് വേ. ഇവിടെ സ്പീഡ് ലിമിറ്റ് 120 വയ്ക്കാം. പക്ഷേ റോഡ് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. പണി നടക്കുന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും ബാരിക്കേഡ് വെച്ചൊക്കെ അടച്ചേക്കുവാണ്. എനിവേ ഈ ഒരു പോർഷൻ ഇത് ആക്റ്റീവാണ്. ഇവിടെ ടോൾ പ്ലാസയൊക്കെ ആക്റ്റീവാണ്. ഇപ്പോൾ ടോൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് കയറിയേക്കുന്നത്. 10-11 മണിയാവും ഡൽഹി എത്താൻ. ഇപ്പോൾ സമയം 10:10 അങ്ങനെ 1121 കിലോമീറ്റർ ഓടിച്ച് ഡൽഹി ടു പഞ്ചാബ്, ഹുസൈനിവാല ബോർഡർ, അമൃത്സർ ഇതെല്ലാം കറങ്ങി ഫ്രം അമൃത്സർ ബാക്ക് ടു ഡൽഹി. അങ്ങനെ സേഫായിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തി. ഓവറോൾ വളരെ നല്ല ഒരു യാത്രയായിരുന്നു. 8.5 മണിക്കൂർ വണ്ടി ഓടിച്ചു. ഇപ്പോൾ ഈ ഒരു വരവിൽ ഏകദേശം 484 കിലോമീറ്റർ കവർ ചെയ്തു. 19 കിലോമീറ്ററാണ് ഈ ഒരു ട്രിപ്പിൽ വണ്ടി മൈലേജ് തന്നത്. ഓവറോൾ വളരെ നല്ല പെർഫോമൻസ് ആണ്. കാരണം ഞാനിത് ഈ ഒരു യാത്രയിൽ മാക്സിമം ടോപ്പ് സ്പീഡൊക്കെ ചവിട്ടി വിട്ടിട്ടുണ്ട്. 180, 190 വരെയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ള മിക്സ്ഡ് ഒരു കണ്ടീഷന് ശേഷമുള്ള മൈലേജാണ് ഈ 19 എന്ന് പറയുന്നത്. ഓവറോൾ ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ്. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സേഫായിട്ട് വീടെത്തി.